ഈശോയിൽ പ്രിയമുള്ളവരെ, ആങ്സൈറ്റി, ഡിപ്രഷൻ പോലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങളെ സ്പിരിച്വാലിറ്റിയുടെ സഹായത്തോടു കൂടെ എങ്ങനെ നേരിടാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. നിങ്ങളിൽ ചിലരെ ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. എല്ലാ മനുഷ്യരും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ദൈവം ഒരു മോശം അപ്പനല്ല, പല മക്കളോട് പല രീതിയിൽ പെരുമാറുന്ന അപ്പനല്ല. പക്ഷെ ബൈബിളിൽ പറയുന്നുണ്ട്, ഒരു പാത്രം ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ന ആവശ്യത്തിനാണ്. കളിമണ്ണ് തന്നെയാണ് എല്ലാം എങ്കിലും അത് പല രീതിയിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളായിട്ട് കുശവൻ രൂപപ്പെടുത്തുന്നത് പോലെയാണ്. അപ്പൊ നിങ്ങളിൽ ചിലരെ ദൈവം ഈ ജീവിതത്തിൽ സുവിശേഷത്തിലേക്ക് എത്തിക്കും, ക്രിസ്തുവിലേക്ക് എത്തിക്കും, ക്രിസ്തു കേന്ദ്രീകൃതമായ ആത്മരക്ഷയിലേക്ക് എത്തിക്കും. അങ്ങനെ ഒരു ആത്മരക്ഷയിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കേണ്ടതുണ്ട്. അത് നിങ്ങളുടെ അമ്മയുടെ ഗർഭപാത്രം മുതലേ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് നിങ്ങളെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എതിരെ നിൽക്കുന്ന ഒരു ശക്തി, ഒരു പൈശാചിക ശക്തി, ഒരു തിന്മയുടെ ശക്തി, അതും ഇതിൻ്റെ ഉപദ്രവങ്ങളും നിങ്ങൾക്ക് ചെറുപ്പം മുതലേ ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ ഡിപ്രഷനെ കുറിച്ച്, ആങ്സൈറ്റിയെ കുറിച്ചാണ് പറഞ്ഞത്. അതുമാത്രമല്ല, മാനസിക തലത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പല തരത്തിലുള്ള മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസും നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൻ്റെ ഈ ഒരു സീക്രട്ട്, ഒരു സ്വകാര്യം, രഹസ്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതായത് എനിക്ക് ഒരുപാട് മെൻ്റൽ സ്ട്രഗിൾസ് ബൈ ബർത്ത് തൊട്ട് ഞാൻ പലതരത്തിലുള്ള പല ജീവിത സാഹചര്യങ്ങൾ, പല അനുഭവങ്ങൾ, ഇതെല്ലാം എൻ്റെ മാനസികാരോഗ്യത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുള്ള സമയങ്ങളുണ്ട്. അപ്പോൾ ഒരു സാധാരണ വ്യക്തി, ഒരു സൈക്കോളജിസ്റ്റ് ചിന്തിക്കുമ്പോൾ ഇതൊക്കെ കുഴപ്പങ്ങളാണ്. പക്ഷേ ആത്മീയതയുടെ കണ്ണാള വെച്ചുകൊണ്ട് നിങ്ങൾ ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊക്കെ പുറകിൽ ദൈവത്തിനൊരു പദ്ധതി കിടപ്പുണ്ട്. അതിലേക്ക് നിങ്ങളെ എത്തിക്കാൻ വേണ്ടിയായിരിക്കാം ഒരു പക്ഷേ ചില കാര്യങ്ങൾക്ക് ദൈവം നിങ്ങളെ വിട്ടുകൊടുത്തത്. അപ്പോൾ ദൈവം നിങ്ങളെ തിന്മ ചെയ്യാൻ ആരോടും ദൈവം പറഞ്ഞിട്ടില്ല. ദൈവം നിങ്ങൾ ആരെങ്കിലും തിന്മ ചെയ്തിട്ട് നിങ്ങൾ ഉപദ്രവിച്ചതിൻ്റെ ഉത്തരവാദിത്വം ദൈവത്തിനല്ല. പക്ഷെ ചില കാര്യങ്ങളിലേക്ക് ദൈവം നമ്മളെ അനുവദിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പുറകിൽ ദൈവത്തിന് നന്മയായിട്ടൊരു ഉത്തരം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ തിന്മ നിങ്ങളെ ആക്രമിക്കുന്ന ദൈവത്തിന് പങ്കില്ല. അത് മനുഷ്യന്മാരുടെ ചോയ്സാണ്. ഇപ്പം നിങ്ങളെ അബ്യൂസ് ചെയ്യുന്നത് മനുഷ്യന്മാരുടെ ചോയ്സാണത്. പക്ഷെ ആ പ്രശ്നത്തെ ദൈവം കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ചാപ്റ്റർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്ന് ദൈവത്തിന് അറിയാം. അപ്പോൾ ദൈവത്തിന് അതിൽ ദുഃഖമുണ്ട്, ദൈവത്തിന് അതിൽ സങ്കടമുണ്ട്. പക്ഷെ ചിലതിലൂടെയൊക്കെ നിങ്ങൾ കടന്നു വരണം എന്നുള്ളത് ഒരു ദൈവിക തീരുമാനമാണ്. അത് നിങ്ങൾക്ക് ബുദ്ധി കൊണ്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റില്ല. അത് ജ്ഞാനം വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതെല്ലാം നല്ലതിനായിരുന്നു എന്ന്. ഇപ്പം എൻ്റെ ജീവിതത്തിൽ, ഞാൻ വിവാഹ ജീവിതത്തിൽ ഒരു 15 വർഷം പിന്നിട്ട് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഇതൊരു വിവാഹ ജീവിതമായിരുന്നെങ്കിൽ തമ്മിൽ കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ജേർണി ആയിരുന്നു. ഇതിനകത്ത് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള മെൻ്റൽ സ്ട്രഗിളുകളൊക്കെ എന്നെ രൂപപ്പെടുത്തുന്ന ഒന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇന്ന് എന്നെ കാണുന്ന ഞാനായി തീരുന്നതിന്, അല്ലെങ്കിൽ ദൈവത്തെ അറിയുന്നതിന് എല്ലാം ഞാൻ ജനിച്ച് ആ കാലഘട്ടം മുതൽ ഇന്നേ നിമിഷം വരെ അനുഭവിച്ച സങ്കടങ്ങൾക്ക് ഒരു വലിയ പങ്കുണ്ട്, മുറിവുകൾക്ക് വലിയ പങ്കുണ്ട്. അപ്പോൾ ഒരു പോയിന്റിലേക്ക് നിങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാകാം ദൈവം പലതിലൂടെയും നിങ്ങളെ കടത്തിക്കൊണ്ടുവരുന്നത്. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്. മറ്റൊന്ന്, ഇങ്ങനെ കടന്നു വന്ന് വരുമ്പോൾ ഒരിക്കലും നിങ്ങൾ നശിക്കണമെന്നോ നിങ്ങൾ മാനസികാരോഗ്യമില്ലാത്ത ഒരാളാകണമെന്നോ ഒന്നുമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. മറിച്ച് ഇതൊരു ഇടച്ച് വാർത്ത് സ്വർണത്തിനെ ഉരുക്കി എടുത്ത് ഒരു നല്ല ആഭരണമാക്കി മാറ്റാനുള്ള ഒരു പ്രോസസ്സാണത്. നിങ്ങൾ ഈ മുള്ളു നിറഞ്ഞ വഴിയിലൂടെ കടന്നു വന്നിട്ടുള്ള ഓരോ മനുഷ്യരും, പ്രത്യേകിച്ച് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ നിങ്ങളുടെ വീടുകളിൽ നിന്നും, നിങ്ങളുടെ സ്വന്തം പെട്ടമ്മയിൽ നിന്നും, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഇതെല്ലാവരിൽ നിന്നും നിങ്ങൾക്ക് സങ്കടങ്ങളുടെ ഒരു യാത്രയുണ്ടാകും. നിങ്ങൾ ഒറ്റപ്പെടുന്നതും റിജക്ഷനും ഒക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും ദൈവത്തെ ഈ ജന്മത്തിൽ അറിയണം. ആ ദൈവത്തിൻ്റെ കൂടെയാണ് പിന്നീട് നിങ്ങൾ ജീവിക്കേണ്ടത്. അങ്ങനെ ദൈവിക പദ്ധതി കംപ്ലീറ്റ് ചെയ്യുന്നു, നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നു. നിങ്ങൾ എന്തായാലും സ്വർഗത്തിൽ ദൈവത്തിൽ കിട്ടിയേ പറ്റൂ. ദൈവത്തിൻ്റെ കൂടെ നിങ്ങൾ സ്വർഗത്തിലായിരിക്കണം. പക്ഷെ ഇതിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് കർത്താവിനും അറിയാം. കർത്താവാണ് ഏറ്റവും വലിയ സൈക്കോളജിസ്റ്റ്. മനസ്സിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശക്തനായവൻ കർത്താവാണ്. അതുകൊണ്ട് തന്നെ കർത്താവ് നിങ്ങളുടെ മാനസിക ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ച് ബോധമുള്ള ഒരു ദൈവം തന്നെയാണ്. അതുകൊണ്ടാണ് 365 തവണ കർത്താവ് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത് ഭയപ്പെടേണ്ട. അതുമാത്രമല്ല, മെൻ്റൽ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന നിരവധിയായ വചനഭാഗങ്ങൾ ബൈബിളിലൂടെ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. നിങ്ങൾ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകാം, നിങ്ങൾക്ക് തെറാപ്പികൾ എടുക്കാം, നിങ്ങൾക്ക് കൗൺസിലിങ്ങുകൾ നടത്താം. ഇതെല്ലാം സംഗതി സത്യം നല്ല കാര്യങ്ങളാണ്. പക്ഷെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക കോൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇത് പോരാതെ വരും. ഇതിനൊക്കെ പുറകിലുള്ള ദൈവത്തിൻ്റെ പ്ലാൻ നിങ്ങൾക്ക് മനസ്സിലായാലേ നിങ്ങളുടെ പ്രോബ്ലംസ് സോൾവ് ആകാൻ പോകുന്നുള്ളൂ. നിങ്ങൾ അത്യന്താപേക്ഷിതമായി ഏറ്റവും നന്നായി മനസ്സിലാക്കേണ്ടത് നിങ്ങളെ തന്നെയും ദൈവത്തെയുമാണ്. അപ്പോൾ നിങ്ങളുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെ തലത്തിലേക്ക് നിങ്ങൾ യേശുക്രിസ്തുവിനെ കൊണ്ടുവരണം. യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെ കൊണ്ടുവരണം. സമരിയായക്കാരി സ്ത്രീക്ക് ഒരു പേഴ്സണാലിറ്റി ട്രൈറ്റ് ഉണ്ടായിരുന്നു. അവളിങ്ങനെ സ്നേഹാന്വേഷണമുള്ളൊരു സ്ത്രീ ആയിരുന്നു. അപ്പോൾ ഇമോഷൻസ് വളരെ വൾണറബിൾ ആയിട്ടുള്ളൊരു സ്ത്രീ. അവിടേക്ക് യേശുക്രിസ്തുവിൻ്റെ പ്രസൻസ് വരുന്നത് അവൾക്ക് മനസ്സിലാവുകയാണ്, ഞാൻ പൂർണ്ണതയിൽ സ്നേഹിക്കപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ അടുത്താണ്. അങ്ങനെ അവളുടെ ആ പേഴ്സണാലിറ്റി ട്രൈറ്റിൽ ഒരു മാറ്റം വരികയാണ്. അവൾ ക്രിസ്തുവിലേക്ക് ആകർഷയാവുകയാണ്. ഡിപ്രഷൻ ആയിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാടിലൂടെ നിങ്ങളെ കാണണം.
പുല്ലിനെയും പുൽക്കൊടിയെയും കിളിയെയും ഒരു ചെറിയ കുരുവിയെയും പോലും 2 നാണയത്തുണ്ടിന് വിൽക്കപ്പെടുന്ന എവിടെയോ നടക്കുന്ന ആ ഒരു വിൽപ്പന പോലും അറിയുന്ന ഒരാൾ, മുടിനാരിഴ കൊഴിയുന്ന ഒരാൾ, നിങ്ങൾ ഇപ്പം അനുഭവിക്കുന്ന ഈ മാനസിക സംഘർഷങ്ങൾ അറിയുന്നില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന ഈ ഡിപ്രഷൻ്റെ തലം, ആങ്സൈറ്റിയുടെ തലം കർത്താവ് അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് ആദ്യം ഉണ്ടായിരിക്കേണ്ട ബോധ്യം. ഇതിന് പുറകിൽ, ഈ ഒരു സഹനം നിങ്ങൾക്ക് തന്നിട്ടുള്ളതിന് പുറകിൽ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി കാണും. അത് നിങ്ങൾ വിശ്വസിക്കണം. പക്ഷേ പദ്ധതി ഉണ്ടെന്ന് കരുതി ഡിപ്രഷനിൽ മുങ്ങിപ്പോകാനും ആങ്സൈറ്റിയോട് പൊരുതാതെ നിങ്ങൾ പരാജയം ഓൾറെഡി അതാക്കാനും അല്ല പറഞ്ഞത്. നിങ്ങൾ പൊരുതണം. നിങ്ങൾ ഈ മാനസികാരോഗ്യ പ്രശ്നങ്ങളോടെല്ലാം നിങ്ങൾ അതിനെ മറികടക്കാനായിട്ട് ശ്രമിക്കണം. പക്ഷേ അത് സാധാരണ ഒരു വ്യക്തിയെ പോലെ അല്ല ഒരു വിശ്വാസി ശ്രമിക്കേണ്ടത്, മറിച്ച് സ്വർഗത്തിൻ്റെ സഹായത്തോടു കൂടെയാണ്. നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ കരവേലയാണ്. ഇപ്പോൾ 2 രോഗാവസ്ഥകളെ കുറിച്ച് പറഞ്ഞ് ഒരുപാട് എക്സ്പ്ലെയിൻ വീഡിയോ ഒത്തിരി ലോങ് ആവും. അതുകൊണ്ട് ഞാൻ പൊതുവായിട്ട് കുറച്ച് കാര്യം പറയാം. ഏതൊരു മാനസികാരോഗ്യ പ്രശ്നമായിക്കോട്ടെ, ഫിയർ ആയിക്കോട്ടെ, ഫോബിയാസ് ആയിക്കോട്ടെ, നിങ്ങൾ യേശുക്രിസ്തുവിനെ ഇതിലേക്ക് കൊണ്ടുവരണം. അതായത് ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ആരാണെങ്കിലും എന്താണെങ്കിലും മറ്റുള്ളവർ നിങ്ങളെ എന്ത് പറയുന്നു എന്നുള്ളതിന് ഇവിടെ പ്രശസ്തിയില്ല. നിങ്ങളുടെ ജേണി, അമ്മയുടെ ഗർഭപാത്രം മുതൽ ഇപ്പം എനിക്ക് 33 വയസ്സുണ്ട്. 33 വയസ്സ് വരെയുള്ള എൻ്റെ യാത്രയിൽ എൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ള ഒരാളാണ് എൻ്റെ ദൈവം. അപ്പോൾ ദൈവത്തിന് എൻ്റെ ആദ്യവും അന്ത്യവും ഒക്കെ അറിയാം. അവിടുന്ന് എന്നെ കുറിച്ച് എന്താണ് പറയുന്നത്, അവിടുന്ന് എന്താണ് നമ്മൾ ഓരോരുത്തരെ കുറിച്ച് പറയുന്നത്, അവിടുന്ന് പറഞ്ഞിട്ടുള്ളതാണ് മാരക പാപിയാണ് നിങ്ങളെങ്കിൽ തന്നെയും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നാണ് ഈശോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ മാനസിക തലത്തിൽ സംഘർഷം വരുമ്പം ഇതെല്ലാം നമുക്ക് ബോധ്യമില്ലാതെയാവും. നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് ഓർക്കാതെയാവും. നമ്മൾ ഇതിനെക്കുറിച്ചൊരു ബോധമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. നമുക്ക് അത് മറയ്ക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോകും. അത് നമ്മൾ വിട്ടുപോകണം. എന്നിട്ട് നമ്മളിങ്ങനെ ചിന്തിക്കണം, ഈശോയുടെ കരവേലയാണ് ഞാൻ. ഒരു വലിയ മനോഹരമായ സൃഷ്ടിയെ നെയ്തെടുത്തതുപോലെ എൻ്റെ കണ്ണ് മൂക്കും എല്ലാം കർത്താവ് ഒരുക്കി ഒരുപാട് ആഗ്രഹത്തോടു കൂടെയാണ് എന്നെ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത്. ഞാൻ ജനിക്കേണ്ട വീടും ഞാൻ ജനിക്കേണ്ട സ്ഥലവും എല്ലാം കർത്താവ് എനിക്ക് വേണ്ടി തിരഞ്ഞെടുത്തതാണ്. അതിനകത്ത് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അതിനകത്ത് പോരായ്മകളിലും കുറവുകളിലും ഒക്കെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. എൻ്റെ രൂപഭംഗിയിലും എൻ്റെ ബ്രെയിനിന് ഡിസൈൻ ചെയ്തിട്ടിരിക്കുന്ന ഒരു രീതിയുണ്ട്. അത് ഭയങ്കര യുണീക്കാണ്. അതത്ര നല്ലതൊന്നും ആയിരിക്കില്ല. എൻ്റെ ബ്രെയിൻ ദൈവം ഡിസൈൻ ചെയ്തതിന് ഞാൻ ഒരുപാട് പരാതി പറഞ്ഞിട്ടുള്ള ഒരാളാണ്. കാരണം ഒത്തിരി ഓവർ തിങ്കിങ്, ഒത്തിരി പല സെൻസിറ്റിവിറ്റി, പലതര കാര്യങ്ങളാണ് എൻ്റെ ബ്രെയിനിൽ. ഇതൊന്നും കർത്താവ് ഈ 7-8 വർഷം പ്രാർത്ഥിച്ചിട്ട് എടുത്ത് മാറ്റിയിട്ടൊന്നുമില്ല. മറിച്ച് അതെല്ലാം അവിടെയുണ്ട്. പക്ഷെ അതെല്ലാം കർത്താവിൻ്റെ കരത്തോടു കൂടെ എൻ്റെ സ്വഭാവ പ്രത്യേകതകൾ, എൻ്റെ ചിന്താരീതിയിലെ പ്രത്യേകതകളെ ഞാൻ നേരിടുമ്പോൾ, അതിനെ ഞാൻ കൈകാര്യം ചെയ്യുമ്പോൾ അതെല്ലാം എനിക്ക് വലിയ ബ്ലെസ്സിങ് ആയിട്ട് മാറാണ്. എൻ്റെ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് എനിക്കൊരു പുസ്തകം എഴുതാനോ അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് മെഡിറ്റേറ്റ് ചെയ്യാനോ ഒക്കെ ഹെൽപ്ഫുൾ ആകുന്നു. ഇങ്ങനെ പല തരത്തിൽ ദൈവത്തിൻ്റെ പദ്ധതികളെ തിരിച്ചറിയുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പലതരം മാനസികാരോഗ്യ പ്രശ്നങ്ങൾ മാറും. ഒന്ന്, പദ്ധതികളെ തിരിച്ചറിഞ്ഞാൽ മാത്രമല്ല, യേശുക്രിസ്തുവിനെ നിങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം. അപ്പം ആങ്സൈറ്റി ഉണ്ടെങ്കിൽ ഞാൻ നിൽക്കുന്നത് സർവശക്തനായ ദൈവമാണ് എൻ്റെ അപ്പൻ. ഞാൻ നിൽക്കുന്നത് എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി തന്നിട്ടുള്ള ഈ ഭൂമിയിലാണ്. എനിക്ക് ചുറ്റുമുള്ള മനുഷ്യർ ആരായാലും എന്തായാലും ശക്തരായാലും അശക്തരായാലും ഒന്നും എന്നെ ബാധിക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ എൻ്റെ അപ്പൻ്റെ മകളാണ്. മറ്റുള്ളവരെ പോലെ തന്നെ എനിക്ക് ഈ ലോകത്ത് കൃത്യമായിട്ടൊരു സ്ഥാനമുണ്ട്. കൃത്യമായിട്ട് ചെയ്തു തീർക്കാൻ ഒരു പദ്ധതിയുണ്ട്. ഞാനൊരു വേസ്റ്റ് അല്ല. ഞാനൊരു ഒന്നിനും കൊള്ളാത്ത ഒരാളല്ല. ഒന്നിനും കൊള്ളാത്ത ആളാണ് മനുഷ്യന്മാർ പറയുന്നുണ്ടെങ്കിൽ അവരാരാണ്? അവർ ഇന്നലെ വന്നവരാണ്. എന്നെ ജനിക്കും മുമ്പേ അറിഞ്ഞ കർത്താവ് പറഞ്ഞോണ്ട് ഞാൻ വിലയുള്ളവളാണെന്നാണ്. നിങ്ങൾ വിലയുള്ളവളാണ്. നിങ്ങൾക്ക് എത്ര കുറവുണ്ടെങ്കിലും യു ആർ പ്രഷ്യസ്. നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ വേണമെങ്കിലും കുരിശിലേറാനും രക്തം ചിന്താനും മരിക്കാനും തയ്യാറായി നിൽക്കുന്ന യേശുക്രിസ്തുവാണുള്ളത്. ഇപ്പോഴും നിങ്ങൾ ആരാണെങ്കിലും എന്തെങ്കിലും എത്ര പാപാവസ്ഥയിലാണെങ്കിലും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി. ഇതാണ് ദൈവസ്നേഹം മറയ്ക്കപ്പെടുമ്പോഴാണ് നമുക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കൂടുന്നത്. മനുഷ്യന്മാരുടെ പ്രശ്നമല്ല അത്. മനുഷ്യന്മാരിൽ നിന്നും അല്ല നമുക്ക് ഉത്തരങ്ങൾ കിട്ടേണ്ടത്. എന്നെ സൃഷ്ടിച്ച ദൈവം എന്നെ അഗാധമായി സ്നേഹിക്കുന്നു. അവൻ്റെ സ്നേഹത്തിൻ്റെയും ആഴം എനിക്ക് അളക്കാൻ കഴിയില്ല. അവൻ്റെ വിശ്വസ്തത, അത് ഞാൻ മരിക്കുവോളം അതിനപ്പുറത്തേക്കും അവിടെ എന്നോട് വിശ്വസ്തത പുലർത്തും. ഞാൻ എപ്പോൾ ദൈവത്തിൻ്റെ കൈ വിട്ട് ഞാൻ ഓടിയാലും എന്നൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ, ഞാൻ കുമ്പസാരക്കൂടിലേക്ക് നടന്ന് നീങ്ങുന്ന സമയത്ത് ഞാൻ പറയുന്നതിന് തൊട്ട് മുമ്പേ ഇങ്ങോട്ട് വന്ന് വാരി പുണർന്ന് സാരമില്ല മോളെ ഞാൻ എല്ലാം ക്ഷമിച്ചു എന്ന് പറയുന്ന ഒരു അപ്പൻ്റെ സ്നേഹം നിങ്ങൾക്ക് വേണ്ടി ഇനിയും കുരിശിലേറാനും മരിക്കാനും ചാട്ടവാറയുടെ ഏൽക്കാനും ഒക്കെ തയ്യാറായി നിൽക്കുന്ന അത്രയും സെൽഫ്ലെസ്സായ, അത്രയും ഡീപ്പായിട്ടുള്ള ഒരു സ്നേഹം, അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ എപ്പോൾ വന്നാലും നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾ ഉറപ്പിക്കണം. അത് നിങ്ങൾ പാപത്തിൻ്റെ എത്ര അഴുക്കുചാലിൽ കിടക്കുന്ന ഒരാളാണെങ്കിലും. നിങ്ങൾക്ക് എന്തിനാണ് ആങ്സൈറ്റി? ഇന്ന് എനിക്കുണ്ട് ഇല്ലെന്നല്ല, ഇതെല്ലാം എനിക്കുള്ളത് തന്നെയാണ്. ഞാൻ എങ്ങനെ ഡീൽ ചെയ്യണമെന്നാണ് നിങ്ങളോട് പറയുന്നത്. എനിക്കുണ്ട്. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, എൻ്റെ കർത്താവ് അറിയാതെ അനുവദിക്കാതെയും ഒന്നും വരുന്നില്ല. ആങ്സൈറ്റി അല്ല, ഇതിനേക്കാളും മാനസിക പ്രശ്നങ്ങളും ശാരീരിക വൈകല്യങ്ങളും ഒക്കെയുള്ള മനുഷ്യരെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഓടി നടക്കുന്നു.
അപ്പോൾ നിങ്ങൾ ഈ മാനസികാരോഗ്യ പ്രശ്നങ്ങളിൽ ഇങ്ങനെ തളർന്നിരിക്കുന്നത് എങ്ങനെയാണ്? ആങ്സൈറ്റി ഉണ്ടാവേണ്ട കാര്യം എന്താണ്? ഈ ലോകം ഭരിക്കുന്നത് എൻ്റെ അപ്പനല്ലേ? ഒരു ചെറിയ കിളിയെയും ഒരു ചെടിയെയും നോക്കാൻ കഴിവുള്ള എൻ്റെ അപ്പനെ എന്നെ പരിപാലിക്കാൻ അറിയില്ലേ? എൻ്റെ ആവശ്യങ്ങൾ അവിടുന്ന് കാണുന്നില്ലേ? എൻ്റെ ദുഃഖം അവിടത്തേക്ക് അറിയില്ല? ഞാൻ എന്തിലൂടെ കടന്നു പോകുന്നതെന്ന് അവിടത്തേക്ക് അറിയില്ലേ? അതെൻ്റെ മനസ്സിനെ എങ്ങനെ ബാധിക്കുന്നതെന്ന് കർത്താവിന് അറിയത്തില്ലേ? എൻ്റെ അമ്മയ്ക്ക് പോലും വേണ്ടാത്ത ഒരാളായിട്ട് ഞാൻ മാറിയാലും എൻ്റെ കർത്താവ് എന്നെ ഉപേക്ഷിച്ച് കളയില്ല. കാരണം ഒരു സൃഷ്ടാവിനെ എങ്ങനെയാണ് ഒരു സൃഷ്ടി ഉപേക്ഷിച്ച് കളയാൻ പറ്റുക? ഞാൻ 2017 കർത്താവിനോട് ചോദിച്ചാൽ ഞാൻ വളരെ എനിക്ക് ഒത്തിരി പോരായ്മകളുണ്ട് കർത്താവ്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. എന്നെ മാനേജ് ചെയ്യാൻ ഭയങ്കര പാട് തന്നെയാണ്. മറ്റുള്ളവരുടെ എക്സ്പ്രഷൻ അനുസരിച്ച് ഒന്നും എനിക്ക് എവിടെ എത്താൻ പറ്റുന്നില്ല കർത്താവ്. എന്തിനാണ് എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചത്? അപ്പോൾ ഈശോ നിങ്ങളോട് ചോദിക്കുന്നത് എന്താണ്? എനിക്ക് നിന്നെ ഇങ്ങനെ സൃഷ്ടിക്കാനാണ് ഇഷ്ടം. എൻ്റെ ഇഷ്ടപ്രകാരമാണ് നീ ഭൂമിയിൽ വന്നിട്ടുള്ളത്. എൻ്റെ ഇഷ്ടപ്രകാരമാണ് നിൻ്റെ ബ്രെയിനും നിൻ്റെ ചിന്തകളും നിൻ്റെ ശരീരഭംഗിയും എല്ലാം ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം സൃഷ്ടിച്ചു. എൻ്റെ മകളെ ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരമല്ല ഞാൻ സൃഷ്ടിക്കുന്നത്. ഒരു ദൈവത്തോട് വാഗ്വാദം നടത്താൻ നീ ആരാണ് മനുഷ്യ? ദൈവം നിന്നെ എങ്ങനെ സൃഷ്ടിച്ചത്? അതുപോലെ തന്നെ നീ ഭൂമിയിൽ വന്നു. നിനക്ക് എന്തിൻ്റെ കുറവാണ്? നിന്നെ എങ്ങനെ വേണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു, അങ്ങനെയാണ് ദൈവം ഭൂമിയിൽ നിന്നെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിന് ഒരു മരുന്ന് പോലെ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങൾ ആങ്സൈറ്റിയുടെ പുറത്തും ഡിപ്രഷൻ്റെ പുറത്തും ഒക്കെ എഴുതി ചേർക്കണം, അല്ലെങ്കിൽ പുരട്ടണം. ഈ തൈലം പുരട്ടുന്നത് പോലെ. നിങ്ങൾ വിലയുള്ളവരാണ്. നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ വിലയുള്ളവരാണ്. നിങ്ങളുടെ കൂടെയുള്ള ആൾ പറഞ്ഞാലും ആര് പറഞ്ഞാലും നിങ്ങളുടെ വാല്യൂ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളുടെ വിലയാണ്. ആ വില കൊടുത്തിട്ടാണ് നമ്മളെയൊക്കെ ദൈവം നേടിയിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ എൻ്റെ വില എന്ന് പറയുന്നത് ഒരു ചീത്ത ആളാണ്, മോശം ആളാണ് എന്നുള്ളതല്ല. ഒന്നിനും കഴിവില്ലാത്ത ആളാണ്, പരാജയപ്പെട്ട ആളാണ്, ജോലി പോലും കണ്ടെത്താൻ പറ്റാത്ത ആളാണ്. ഇതൊന്നും അല്ല നിങ്ങളുടെ കഴിവെന്ന്, നിങ്ങളുടെ വില എന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ് മക്കളെ നമുക്കൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഈ ജീവിതത്തിന് ഓർത്ത് നന്ദി പറയാം. പിന്നെ ഡിപ്രഷനും ആങ്സൈറ്റിയും ഒക്കെ വരുമ്പോൾ നിങ്ങൾ ഒന്നാമത് ഒറ്റയ്ക്കല്ല, നിങ്ങൾക്കൊരു കാവൽ മാലാഖയുണ്ട്. ആ കാവൽ മാലാഖയെക്കുറിച്ച് നിങ്ങൾക്ക് ബോധം ഉണ്ടായിരിക്കണം. അതൊരു മിത്തല്ല, അതൊരു കെട്ടുകഥയല്ല, അതൊരു സത്യമാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാവൽ മാലാഖ കർത്താവിൻ്റെ സന്നിധിയിലുണ്ട്. ആ മാലാഖ ഒരിക്കലും നിങ്ങളെ വിട്ടുപോവില്ല. ആരൊക്കെ വിട്ടുപോയില്ല, ആ മാലാഖ നിങ്ങൾക്ക് വേണ്ടി അവസാനം വരെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ആ മാലാഖ നിങ്ങളെ സഹായിക്കാൻ സന്നദ്ധയാണ്. ഇനി അതുപോലെ തന്നെ മിഖായേൽ, ഗബ്രിയേൽ, റഫായേൽ, മാലാഖമാരുടെ ഗണം. യേശുക്രിസ്തുവിൻ്റെ ഒരു സൃഷ്ടിയെ എങ്ങനെയായിരിക്കും മാലാഖമാർ നോക്കിക്കാണുക? ഇവരുടെ സംരക്ഷണവും ഇവരുടെ പ്രാർത്ഥനകളും നമ്മളോട് കൂടെയുണ്ട്. അതുപോലെ നമ്മുടെ പേരിന് കാരണമായ വിശുദ്ധൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ എൻ്റെ മകൻ രക്തം കൊടുത്ത് നേടിയ എൻ്റെ മകളുടെ മാനസികാരോഗ്യ പ്രശ്നത്തിൽ അവൾ കടുത്ത തീരുമാനങ്ങൾ എടുക്കാതിരിക്കാൻ, അവൾ തകർന്നു പോകാതിരിക്കാൻ ഞാൻ അവൾക്ക് വേണ്ടി മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കും എന്ന് പരിശുദ്ധ അമ്മ ചിന്തിക്കുന്നുണ്ടാവില്ലേ? മകൻ്റെ രക്ഷാകര പദ്ധതി പരാജയപ്പെടാതിരിക്കാൻ വേണ്ടി മകൻ മരിച്ചിട്ടും ശക്തയായി തിരിച്ചു വന്ന ഒരു സ്ത്രീയല്ലേ അമ്മ? അപ്പോൾ നിങ്ങളുടെ രക്ഷയിൽ ഒരു തടസ്സമാകുന്ന ഈ മാനസിക സംഘർഷങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുമെങ്കിൽ അവിടെ ഇടപെടാൻ ദൈവം പരിശുദ്ധ അമ്മ തീർച്ചയായിട്ടും ഇടപെടത്തില്ലേ? അപ്പോൾ മധ്യസ്ഥം വഹിക്കുന്ന ഒരു അമ്മ നിങ്ങൾക്കുണ്ട്. ഇനി ജോസഫ് പിതാവ്, ഈശോയുടെ പദ്ധതികൾക്ക് കാവൽ നിൽക്കുന്ന ഒരു അപ്പനും നിങ്ങൾക്കുണ്ട്. ചില സ്ത്രീകളുടെയൊക്കെ പ്രശ്നം ഒരു കരുതലിൻ്റെ കുറവാണ്, അത് അവർക്ക് മാനസികാരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നു. ജോസഫ് നിങ്ങൾക്ക് സന്നദ്ധനാണ്. പരിശുദ്ധ അമ്മയെ പരിപാലിച്ചതുപോലെ ഔസപിതാവ് നമ്മളെയും പരിപാലിക്കുന്നുണ്ട്. കുറേയൊക്കെ നിങ്ങൾ സ്വർഗത്തിൻ്റെ സഹായം തേടണം. ഇനി അത് കഴിഞ്ഞിട്ടും ഞാൻ ആ സ്റ്റേജിൽ ഇവിടെ പോയിട്ടുണ്ട്, എനിക്ക് സ്വർഗത്തിൻ്റെ സഹായം കിട്ടുന്നുണ്ട്, ഈശോയാണ് എൻ്റെ നാഥൻ, ഇതെല്ലാം ശരിയാണ്. പക്ഷെ ഇതിനപ്പുറത്തേക്ക് ചിലപ്പോൾ ചില മനുഷ്യന്മാർക്ക് സ്വർഗത്തിൽ നിന്നും കിട്ടുന്ന ഈ സഹായത്തിൻ്റെ അതൊരു കോഴ്സ് പോലെയാണ്, അതൊരു ഫസ്റ്റ് ഡോസ് കോഴ്സാണ്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ മനുഷ്യന്മാരെ തന്നെ വേണം. മനുഷ്യന്മാരെ ദൈവം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അയക്കും. അമ്മയായിട്ടും സഹോദരനായിട്ടും സഹോദരിയായിട്ടും ചേട്ടനായിട്ടും അപ്പനായിട്ടും ഒക്കെ മനുഷ്യന്മാരെ ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അയക്കും. മനുഷ്യന്മാർ കുറവൊന്നുമില്ല, ആ മോശം മനുഷ്യന്മാർ മാത്രമല്ല, നല്ല മനുഷ്യന്മാർ ലോകത്തുണ്ട്. അവർ ദൈവം നിങ്ങളുടെ അടുത്തേക്ക് അയക്കും. ദൈവം അയക്കുന്ന ആ മനുഷ്യന്മാർ മാത്രമേ നിങ്ങളോട് നന്നായി പെരുമാറുള്ളൂ. അപ്പോൾ എല്ലാവരും ദൈവത്തിൽ അയക്കപ്പെടുന്നവരല്ല. അപ്പോൾ നിങ്ങൾ ഓർക്കണം, ഈ ഡിപ്രഷൻ്റെയും മാനസികാരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഒരു കടൽ പോലെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അത് ഒറ്റയ്ക്കല്ല നിങ്ങൾ തുഴഞ്ഞ് അപ്പുറത്തേക്ക് കടക്കാൻ പോകുന്നത്. അവിടെ ഈ വീഡിയോ അടക്കമുള്ളത് നിങ്ങൾക്ക് വരുന്ന സഹായമാണ്. കർത്താവ് സന്നദ്ധനാണ് സഹായിക്കുക. നിങ്ങളെ ഒന്ന് രക്ഷിക്കാനും നിങ്ങളെ ഒന്ന് തൊടാനും നിങ്ങളുടെ ആന്തരിക മുറിവുകൾ ഉണക്കാനും ഒക്കെ തിരക്ക് കൂട്ടുന്ന, അതിനുവേണ്ടി തീരുമാനമെടുത്തിരിക്കുന്ന, അതിനുവേണ്ടി തയ്യാറായിരിക്കുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഡിപ്രഷൻ ഒരു കടൽ എക്സ്പീരിയൻസ് ആണെങ്കിൽ അവിടെ ഒരുപാട് ചെറിയ വഞ്ചികളുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യരുണ്ട്, നിങ്ങളെ പെറ്റി വളർത്തിയ അപ്പനമ്മയുണ്ട്. പിന്നെ അവരിൽ നിന്ന് വേദനകൾ ഉണ്ടായാലും നിങ്ങൾക്ക് നല്ല സുഹൃത്തുക്കളുണ്ടാകും, നല്ല ബന്ധങ്ങളുണ്ടാകും. ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് മനുഷ്യന്മാരെ അയക്കും. അത് നിങ്ങൾക്കൊരു പാർട്ട്ണർ തന്നെയാണ് ആവശ്യമെങ്കിൽ തന്നെയും നിങ്ങളുടെ ഹൃദയം അറിയാവുന്ന കർത്താവ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ, അതായത് നിങ്ങളുടെ മനസ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നിങ്ങളെക്കാൾ നന്നായി അറിയാവുന്ന ഒരാളാണ് ദൈവം.
ശാസ്ത്രജ്ഞന്മാർ പറയുക ബ്രെയിൻ ഇസ് എ കോംപ്ലക്സ് ഓർഗൺ എന്നാണ്. പഠിച്ചാലും തീരാത്ത ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഓർഗണാണ് ബ്രെയിൻ. മൈൻഡ് അതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഓർഗണാണ്. അപ്പം സർവ്വജ്ഞാനത്തിൻ്റെയും അധിപനായ കർത്താവിനോടല്ലാതെ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ആരോട് ചോദിക്കുക? നമ്മൾ സൈക്കോളജി പഠിച്ചു തുടങ്ങിയാലൊന്നും ഒരിക്കലും എവിടെയും തീരാൻ പോകുന്നില്ല. അത് പോരാതെ വരും നമ്മുടെ മനസ്സിനെ കുറിച്ച് മനസ്സിലാക്കാൻ. അങ്ങനെയുള്ളപ്പോൾ ഈശോയിൽ പ്രിയമുള്ളവരെ, സർവത്തിൻ്റെയും അധിപനായ, സർവത്തിൻ്റെയും ജ്ഞാനം എവിടെ നിന്നും വരുന്നു, അവിടുത്തെ സിംഹാസനത്തിൽ നിന്നും ജ്ഞാനത്തെ അയച്ചു തരണമെന്ന് പ്രാർത്ഥനയുണ്ടല്ലോ. നിങ്ങൾ ഈ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നിട്ട് അകക്കണ്ണ് തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഡിപ്രഷൻ അടിച്ച് തളർന്നിരിക്കുന്ന നിങ്ങൾക്ക് ചുറ്റും മാലാഖമാരിൽ നിന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സൊന്ന് സൗഖ്യപ്പെടാൻ വേണ്ടി, നിങ്ങളുടെ മനസ്സൊന്ന് ഉന്മേഷത്തിലേക്ക് വരാൻ വേണ്ടി. നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ സങ്കടപ്പെടുന്ന ഒരു മാലാഖ, നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ സങ്കടപ്പെടുന്ന ഈശോ, നിങ്ങളുടെ രക്ഷയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ മുട്ടുകുത്തി ഈശോയോട് മധ്യസ്ഥം വഹിക്കുന്ന പരിശുദ്ധ അമ്മ, ഇങ്ങനെ സ്വർഗത്തിൻ്റെ വലിയൊരു സഹായമുണ്ട്. കൂടാതെ ദൈവം അവന് പ്രിയപ്പെട്ട കുറേ മനുഷ്യരെ ലോകത്തിൽ നിലനിർത്തിയിട്ടുണ്ട്. അവർ നിങ്ങളുടെ അടുത്തേക്ക് വരും. നിങ്ങൾക്ക് ആവശ്യമുള്ള സഹായമായിട്ട് മനുഷ്യന്മാരെ ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അയക്കും. സോ മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെ സമയത്ത് നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂടെ ഒരു സ്വർഗീയ ഗണവുമുണ്ട്. മനുഷ്യന്മാരും നിങ്ങളുടെ അടുത്തേക്ക് വരും. നിങ്ങൾ അതിനെ നേരിടും, നിങ്ങൾ പോരാടും, തോറ്റുകൊടുക്കില്ല, നിങ്ങൾ അതിനെ ഓവർകം ചെയ്യും. അതിനുശേഷം ജീവിതത്തെ കൊതിയോടുകൂടെ ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് കർത്താവായ ദൈവം നിങ്ങളെ ഉയർത്തും. ജെറുസലേമേ, ധൈര്യമായിരിക്കുക. നിനക്ക് പേരിട്ടവൻ തന്നെ നിനക്ക് ആശ്വാസം തരും, നിന്നെ പണിതുയർത്തും. ജെറുസലേമേ, പ്രകാശിക്കുക, ഇതാ നിന്റെ പ്രകാശം, പ്രശോഭിക്കുക, ഇതാ നിന്റെ പ്രകാശം വന്ന് ചേർന്നിരിക്കുന്നു. എനിക്ക് മാനസികാരോഗ്യ പ്രശ്നം, ഡിപ്രഷൻ ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന വചനഭാഗങ്ങളാണ് ഇതൊക്കെ. നിനക്ക് വേണ്ടി ജനതകളെ പോലും പകരമായി നൽകാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കർത്താവിനെ നീ മറക്കരുത്. നീ ഒറ്റയ്ക്കല്ല, നിന്റെ പ്രശ്നങ്ങളെ നീ തനിച്ചല്ല, ദൈവം നിന്റെ കൂടെയുണ്ട്. വിഷാദത്തെ നമ്മൾ പൊരുതി ജയിക്കും. നമുക്കിതെല്ലാം ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനപ്പുറത്തേക്ക് വലിയ ഒരു പ്രകാശം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ജെറുസലേമേ, ഞാൻ വീണ്ടും പറയുന്നു, നിനക്ക് പേരിട്ടവൻ തന്നെ നിനക്ക് ആശ്വാസം തരും. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെ സമയത്ത് നിങ്ങൾ ദൈവസ്നേഹത്തെക്കുറിച്ച് ഓർക്കണം. നിങ്ങൾക്കത് ഓർക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മറ്റുള്ളവർ മാനസികാരോഗ്യ പ്രശ്നം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു പോയിന്റിൽ തോന്നുന്ന ഒരു നിരാശയാണ്, അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ ഒരു കൃപ വർക്ക് ചെയ്യണം. അത് വർക്ക് ചെയ്യാൻ വേണ്ടി, ആ കൃപ കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ഒരുപാട് നല്ല മനുഷ്യരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം അയക്കട്ടെ. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, ആരാണ് വേണ്ടത്, ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അയക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.